ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ പടം രജനീകാന്തിന്റെ പുതിയ മൂവിയായ കൂലി. ഇതായിട്ട് പോലെ പറയുന്നത് കൂലി. നമ്മ ഈ പറഞ്ഞ ഒന്നാണ് കൂലി എന്ന് വെച്ചാൽ നല്ല ഫിലിമാണ്. ഈ തുടക്കത്തിൽ അങ്ങനെ പറയലടാ, പിന്നെ വീഡിയോ കാണുന്നവര് പിന്നെ എന്തെന്നാ ഞാൻ പറയാ, ഈ ഹൈപ്പിനില്ല ഇതുണ്ടായിട്ടാ എന്നാ അങ്ങനല്ല. അല്ല അല്ല അല്ല, ഈ പടം ഇറങ്ങി രാവിലെ ഇറങ്ങിയോ 6:30 അങ്ങോട്ട് ഇറങ്ങി. ഇൻസ്റ്റ തുടങ്ങിയ പാടും ഇത് പവർ ഹൗസ് അല്ല, പവർ കട്ടാണ് ഫുള്ളി സാധനം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വെറുതെ ഒരു ഫോട്ടോ പോസ്റ്റർ ആയിട്ട് ചിലവന്മാര് കണ്ടത് മറ്റേ ഇവരെ റേറ്റിംഗ് ഇതാണ്. പക്ഷെ നമ്മക്ക് സിനിമ വേണ്ടിട്ട് നമുക്ക് സിനിമ വേണ്ടിട്ട് പറ, നമുക്ക് സിനിമ വേണ്ടിട്ട് തോന്നിയത് നല്ല പടാണ്. ക്ലൈമാക്സ് എല്ലാം കിട്ടുന്ന സാധനം. ബാക്കിയുള്ളതെല്ലാം ഒരു നോർമൽ, ബോറില്ല, കണ്ടിരിക്കാൻ പറ്റിയ വലിയ സംഭവമായിട്ടൊന്നുമില്ല, നോർമൽ സംഭവം മാത്രം. പക്ഷെ ക്ലൈമാക്സിലേക്ക് വരുമ്പോ അത് വേറെ സാധനം. വലിയ കഥ അടിപൊളിയാണ്. ഞാൻ പറയട്ടെ, ഇത് എനക്ക് LCയും കാര്യങ്ങളും ഉണ്ട്. ലോകേഷിന്റെ പടമൊന്നും ഇല്ല, ഒരു ഓൾറെഡി എല്ലാരും അറിയാം. മറ്റേ ലിയോലും പറഞ്ഞില്ല. ലിയോ ലോകേഷിന്റെ നല്ല പടായിരുന്ന അല്ല അല്ലല്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു രജനി നമുക്കുണ്ട്, എനിക്കില്ല ലോകേഷിന്റെ സത്യം ലിയോ മോശം ആയോണ്ടാണ്, ഇതിപ്പോ രജനീകാന്ത് ആയോണ്ടാണ്. അത് ഇത് മോശം ഞാൻ പറഞ്ഞോ പറയുന്നില്ല, ബാക്കിയുള്ളവർ ഇത് നടന്മാരല്ലേ. ഈ LCയും ലോകേഷിന്റെ ഇതാന്ന് ഇവര് വിചാരം എന്തോ അങ്ങനെ സംഭവം എല്ലാവർക്കും ഒരു നല്ല പാട്ടും ഉണ്ടാവും, മോശം പാട്ടും ഉണ്ടാവും. പൃഥ്വിരാജ് അങ്ങനെ എന്തെല്ലാം ഉണ്ടായി ഫസ്റ്റ്. എനിക്ക് ലോകേഷ് പറഞ്ഞാല് സാധാരണ മനുഷ്യന്മാർക്ക് അല്ല സാധാരണ മനുഷ്യന്മാർ അല്ല സിനിമനെ ഇഷ്ടപ്പെടുന്നവർക്കല്ല ലോകേഷ് പറയുമ്പോ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. കൈദിയും വിക്രം എല്ലാം ഇല്ലോണ്ട് ഇല്ലൊരു എക്സ്പെക്ടേഷൻ. പക്ഷെ ആ എക്സ്പെക്ടേഷൻ ഒരിക്കലും പടത്തിനെ വിലയിരുത്താൻ ഉപയോഗിക്കരുത്. ചെങ്ങായിരയില് കുറച്ച് ഇത്ര ഇതുണ്ടാവും ഇവര്. പക്ഷെ എക്സ്പെക്ടേഷൻ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്, അതൊന്നും പറയാൻ പറ്റില്ല. ഈ അടുത്തിറങ്ങിയ ലിയോ ലോകേഷിന്റെ അല്ലേ? അതെ, ലിയോ ആവറേജ് അതെല്ലാവർക്കും ഒരു സമയം. പക്ഷെ ഇതൊരു രജനീകാന്ത് മൂവിന്ന് എടുത്താൽ ടോപ്പായി. മറ്റേ കാരണം ഈ ലാസ്റ്റ് ഇറങ്ങിയ വേട്ടയെന്ന് പറഞ്ഞ പടത്തില് ചങ്ങായിക്ക് ഒന്നും കഴിയുന്നില്ല. ഞാൻ കണ്ടത് ജയിലർ കിടലം പാടാണ്. വേട്ടയും കണ്ടില്ല, തോന്നിട്ടില്ല. വയസ്സായി ഞാൻ ഗ്രൂപ്പ് മേശയിൽ ഇങ്ങനെ കൈയടിക്കുന്ന സാധനം. അതിലല്ലേ ലൊക്കേഷൻ പറയേണ്ട സംഭവം, അങ്ങനത്തെ ആക്ടിങ് അല്ലേ? അല്ലാതെ ഫസ്റ്റ് ലോകേഷ് ഇതാന്ന് അതാന്ന് സംഭവം അങ്ങനെ നമ്മൾ ഇവൻ പറഞ്ഞതിൽ പോയിന്റ് മറ്റേ ഏതൊരാൾക്കും അത് നല്ല വൃത്തിയിൽ എന്തായാലും ഞാൻ പറയട്ടെ. ഇവൻ പറഞ്ഞല്ലോ മറ്റേ രജനീകാന്ത് ക്ഷീണായിട്ട് ഇങ്ങനെ ആ ഒരു മേശം ഒരു കൈയടിക്കുന്ന സീനുണ്ടേ, അത് കണ്ടാൽ അഭിപ്രായം എന്തായിരുന്നു? അല്ലേ സത്യമായിട്ട് ഞാൻ പറഞ്ഞെ, ഞാൻ അതായി ഉദ്ദേശം, മനസ്സിലായി. ക്ഷീണായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മോഹൻലാലിന്റെ. പക്ഷെ അത് ആ ഒരു സാധനം ഇല്ല, ഏജിന്റെ ഒരു സത്യമായി. പക്ഷെ ഈ സാധനം ഉണ്ട്, ഈ ലോക്കയിക്കുന്ന അത് മറ്റേലും ഉണ്ട്. എന്നാ അതിൽ ഒഴിവാക്കിയ നൈസാട്ടോ. ചില ഇതുണ്ട് ഇങ്ങനെ വരെ, അത് പിന്നെ ചങ്ങാരി സ്റ്റൈല് ഫാൻസിന് വേണ്ടിട്ടായിരിക്കും. അതെന്ത് പോയിട്ട് ഇങ്ങനെ ഫോൺ എടുക്കേ, ഹലോ നോക്കൂല. പണ്ട് റോബോട്ട് അഭിനയിച്ചില്ല, അപ്പൊ അതിന്റെ അതെല്ലാം ഉണ്ട്. അതിൽ കുറച്ച് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് ബ്ലൈൻഡ് ആയിട്ട്. പിന്നെ ആ ഒരു ഗസ്റ്റ് റോൾ വരുന്നത് നമുക്ക് പുള്ളിനെ അറിയില്ല, പക്ഷെ പുള്ളി നല്ല രസം ഉണ്ടായിട്ട് ആ ക്യാരക്ടർ നമുക്ക് അറിയുന്ന ഒരു മലയാളില്ലേ, സാധനത്തിന് പുള്ളി നല്ല ചെയ്യുന്നുണ്ട്. മറ്റേ സണ്ണോ സത്യവൃത്തിയിൽ ചെങ്ങയുണ്ട് അല്ലു അർജുന്റെ. പിന്നെ അമീർ ഖാൻ വരുമ്പോ അത് വേറെ സാധനം, അതൊരു രക്ഷയില്ല. അമീർ ഖാന്റെ റോള് ഒരു രക്ഷയില്ല. ഫുള്ള് ഇന്ത്യ ആയിരുന്നു, കുറച്ചേ പറയുന്നില്ല. പിന്നെ തമിഴാണ്, ഇവന് തമിഴ് തീർന്നിട്ടില്ല. അറിയില്ല. അല്ലാതെ മറ്റേ ചുപ്പ് പറഞ്ഞിട്ട് വണ്ടി ദുൽഖറിന്റെ പടത്തില് എന്നിട്ട് അരക്ക് പിന്നെ ഹിന്ദി അല്ല ആരാ മറ്റേ എന്നാ +2 സെക്കൻഡ് ആയത് ഹിന്ദി എടുത്തവനാണ്.
ഇവനൊന്നും തിരിയത്തില്ല. എന്നിട്ട് എന്നോട് അതെന്തായത് ഫുൾ A+ ആട്ടെ ഇവൻ ഹിന്ദിയില് +2 ഹിന്ദിയിൽ നല്ല മാർക്ക് ഉണ്ട്. എന്നിട്ടോ ഇന്ത്യ ഒരു അക്ഷരം പറഞ്ഞ മനസ്സിലാവില്ല. അക്ഷരം അറിയില്ല, വായിക്കാനും അറിയില്ല, ഒന്നും പ്ലസ് ടു 100 അത് എടുത്ത് സർക്കാരിനെ പറഞ്ഞാൽ നമ്മളെ പറയണ്ട 100 കിട്ടിയതിനാണ് കൊണ്ടുപോകാൻ മാർക്കും കൂടെ പോകണേ ഇനി ഫ്രീ എന്നാ പരിശോധിക്കണം. പരിശോധിക്കണം ഇത് വോട്ട് ഒക്കെ പറ്റിച്ചടക്കെ. ഇത് ഇവന്നെ പറഞ്ഞു ഇവന്റെ വൈകുന്നേരം ആകെ 100 ആളെ കാണുന്നത്. ഇനി ഇലിപ്പം ആരെങ്കിലും കാണാൻ വന്നിട്ട് കൂലിന്റെ പറ പറഞ്ഞു രസമുണ്ട് സിനിമ, എല്ലാരും പോയി കാണുക. ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. പക്ഷേ സ്ഥലം എഴുതിക്കാണെങ്കിൽ തമിഴിലായാണ് നമുക്ക് യഥാർത്ഥ പൊളിറ്റിക്സ് ആണ്. എന്നാലും മലയാളത്തിൽ ഇറക്കേനു കുറച്ചൊന്നും നമുക്ക് തീർന്നിട്ടില്ല. മലയാളത്തിൽ മലയാളത്തിൽ ഇറക്കേനത്. മലയാളം ഉണ്ട്. ഞാൻ പോസ്റ്റില് മലയാളം കണ്ടിരി. ഇവിടെ തന്നെ വൈനൂരുണ്ട്. വാറ് മലയാളം ഉണ്ടോ അതൊന്നും അറിയില്ല. അടുത്ത കൂളിനെ മലയാളം പോസ്റ്റർ ഞാൻ കണ്ടില്ല. മലയാളം അടിപൊളി. മലയാളം അടിപൊളിയാണ്. കൂലിന്ന് തിരുണ്ടായി. കൂലി മറ്റൊരു സാധനം ഇങ്ങനെ വെച്ചിട്ട് കത്തിക്കുന്ന സാധനം കൂലി. ഇല്ലടാ വെറുതെ പറയണ്ടേ. ആവശ്യമൊന്നുമില്ല. എല്ലടത് ഏയിൽ അങ്ങനെ അത്ര പെർഫെക്റ്റ് താഴെ കമന്റ് അത് എഡിറ്റിംഗ് ആണ്. അല്ല ഈ സിനിമയിലെ പങ്കുണ്ടോന്ന് വെച്ചാൽ ആ ചുളുക്കലെങ്ങനെ മേക്കപ്പില് മാറ്റില്ല. അതാവൂല. അത് മേക്കപ്പ് അത് ചുരുളിമാരെങ്ങനെയാന്നറിയാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടാണ്. ആവട്ടെ ഇപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എടുത്ത വായിക്കും. തിയേറ്ററിൽ ആരുമില്ല. ഇന്ന് ആൾക്കാരുണ്ടായിട്ട് ഒരാൾ നിർത്തി വണ്ടിയെല്ലാം നോക്കാൻ വേണ്ടി. അപ്പൊ അയാൾക്ക് അറിയില്ല, അയാൾക്ക് സംഭവം അറിയില്ല. അപ്പൊ അയാൾ നമ്മളെ പോവാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നേ ഉണ്ടാവും. ഇനി അടുത്ത സിനിമക്ക് അതിന്റെ ആവശ്യമില്ല. വണ്ടിയില്ലല്ലോ ഇടാ. അങ്ങനെ പുച്ചിക്കല്ല ശരിയാ. ചെങ്ങ പറഞ്ഞ ചെങ്ങനെ പണി ചെങ്ങ ചെയ്തു. നമ്മ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. നമ്മളെ സ്പോട്ടാ. നമ്മൾ ആരും ഇതുവരെ അങ്ങനെ ഒന്നും പറ്റാ. എന്നാ പിന്നെ ഇത്തരളാർന്ന് വാർത്ത അങ്ങനെ അതേമാതിരി കഴിഞ്ഞ് മഴ. അപ്പൊ ഗൈസ് നമ്മ അർച്ചനയില വന്നിട്ടില്ല. അർച്ചനയിലെ കാണാൻ വന്നിട്ടില്ല കേട്ടോ. അപ്പം വേണ്ടവര് വരുമോ, വേണ്ടാത്തവര് കണ്ട, കാണാത്തവരും കണ്ട. ബൈ.